25 വർഷമായിട്ട് ഒരു പെൺകുട്ടിയെ ഒരു മുറിയിൽ പൂട്ടിയിടുകയും അവസാനം 25 വർഷത്തിന് ശേഷം ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ചപ്പോൾ അവരുടെ ശരീരത്തിൽ ഒരു പോയിൻ്റ് അളവ് പോലും മസിലില്ലാതെ അസ്ഥികൂടത്തിൻ്റെ രൂപത്തിലാണ് അവളെ കണ്ടുപിടിച്ചത്. ഇത്രയും വലിയൊരു ക്രൂരത ഈ ഒരു കുട്ടിയോട് ചെയ്തത് അവളുടെ സ്വന്തം അമ്മയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? അവരെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അവൾ ആരാണ് എന്നും അവൾക്ക് അങ്ങനെ എന്താണ് സംഭവിച്ചതും എന്നാണ് നമ്മളിൽ നിന്ന് നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡയറീസ്. യൂറോപ്പിലുള്ള ഫ്രാൻസ് എന്ന സ്ഥലം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സ്ഥലം തന്നെയാണ്. ആ ഫ്രാൻസിൽ മോണിയർ എന്ന് പറയുന്ന വലിയൊരു ഫാമിലി ഉണ്ടായിരുന്നു. ആ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെയുള്ള ഗവൺമെൻറ് പോലും ഇവർ പറയുന്ന ചില കാര്യങ്ങളെല്ലാം അനുസരിക്കുമായിരുന്നു. അതുപോലെ അത്രയും വലിയ ഒരു ഫാമിലി ആയിരുന്നു ഈ മോണിയർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ രാജകുടുംബത്തെ പോലെയായിരുന്നു അവരുടെ നാട്ടിലെ ഇനർ എന്ന് പറയുന്ന ഒരു ഫാമിലി. മോണിയർ എന്ന് പറയുന്ന ഫാമിലി ജീവിച്ചിരുന്നത് ഫ്രാൻസിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു കൊട്ടാരം പോലത്തെ ഒരു വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. ആ വീട്ടിൽ ആകെ ഉള്ളത് അച്ഛൻ, അമ്മ, 2 മക്കൾ മാത്രമാണ് അവിടെ ഉള്ളത്. അതുമല്ലാതെ അവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ പല സർവൻസുമാരും ആ വീട്ടിലുണ്ട്. ഇങ്ങനെ സന്തോഷത്തോടെ പോയിക്കൊണ്ടുന്ന അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ആ വീട്ടിലെ ഗൃഹനാഥൻ മരണപ്പെടുകയും പിതാവിൻ്റെ മരണശേഷം വീട്ടിലെ മകൻ ലോ പഠിക്കാൻ ആരംഭിക്കുകയും ഇനി ആ വീട്ടിലെ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവളുടെ പേര് ബെല്ലച്ചി മോണിയർ എന്നായിരുന്നു. അവളെ അന്ന് അവിടെ അറിയപ്പെട്ടത് ആ ഫ്രാൻസിൽ അന്ന് വരെ ഉള്ളതിൽ ഏറ്റവും മനോഹരിയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അവൾ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മീഡിയാസ് ആയാലും അവൾക്ക് വരാൻ പോകുന്ന ഭർത്താവിനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അവൾക്ക് കല്യാണ പ്രായമെല്ലാമായപ്പോൾ അവൾക്ക് കല്യാണം ആലോചിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ അവളുടെ സഹോദരൻ്റെ സീനിയറുമായി അവൾക്ക് പ്രേമത്തിലാവുകയും അവൾ പ്രേമത്തിലായ വ്യക്തി എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾറെഡി കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സായ കുറച്ച് ഏജഡായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ഫാമിലി ആയാലും അവളുടെ ഫാമിലി റെപ്യൂട്ടേഷനെ മാനിച്ച് അവരുടെ ഫാമിലി ഉള്ളവർ എല്ലാവരും ഈ പ്രേമത്തെ എതിർക്കുകയും ചെയ്തു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവളുടെ വീട്ടിലുള്ള അവളുടെ അമ്മയായാലും അവളുടെ സഹോദരനായാലും അവളുടെ പ്രേമത്തെ എതിർത്തത് കൊണ്ട് ഇവളുടെ വീട്ടിലെ ഏറ്റവും അതായത് ഇവളുടെ നിലയുടെ മേലെയുള്ള ഒരു ചെറിയൊരു റൂമിൽ ഇവളെ കൊണ്ട് പൂട്ടിയിടുകയും ചെയ്തു. ഇവൾ ആ റൂമിൽ കിടന്ന് നിലവിളിക്കാനും ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അവളുടെ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്നവരെല്ലാവരും പെൺകൊച്ചു ഇങ്ങനെ നിലവിളിക്കുന്നതെന്നെല്ലാം ചോദിച്ചപ്പോൾ മാനസികമായ ചില പ്രശ്നങ്ങളുണ്ടെന്നും അതുകൊണ്ടാണ് അവൾ നിലവിളിക്കാൻ ആ നാട്ടിലെ അന്ന് വരെ ഈ ബെല്ലിയോ മോണച്ചി എന്ന് പറയുന്ന ആ ഒരു കുട്ടിയെ അവിടെയുള്ള എല്ലാവരും ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിലായിരുന്നു കാത്തിരുന്നത്. കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കുട്ടിയുടെ കല്യാണം കാണാൻ പോലും അവരെല്ലാവരും കാത്തിരിക്കും. എന്നാൽ ഇതേപോലെ കുറച്ച് നാളുകൾക്ക് ശേഷം ആ റൂമിൽ നിന്ന് ഒരു ശബ്ദം പുറത്തു വരാതാവുകയും അപ്പോഴും ഇതേ നാട്ടുകാർ ആ വീട്ടിൽ പോയി ചോദിക്കുകയും ചെയ്തു. ആ മേലത്തെ റൂമിൽ നിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നില്ല. അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോഴാണ് അവൾ മരണപ്പെട്ടു പോയി എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ഏകദേശം അവളെ അടച്ചിട്ട് അതേ മുറിയിൽ നിന്ന് ഏകദേശം 8 വർഷത്തിന് ശേഷം ഒരു വയസ്സായ ഒരു വ്യക്തി അവരുടെ വീട്ടിലെ മുന്നിലൂടെ നടന്നു പോകുമ്പോൾ അവളുടെ മുറിയിൽ നിന്ന് അവളെ അടച്ചിട്ടു എന്ന് പറയുന്ന ആ മുറിയിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കുകയും ഇതേ തുടർന്ന് അവളുടെ വീട്ടിൽ പോയി അന്വേഷിക്കുകയും ചെയ്തു. എന്നാൽ അവർ നിങ്ങൾക്ക് വയസ്സായതുകൊണ്ട് തോന്നിയതായിരിക്കാം, അങ്ങനെ അവിടെ മേലെ ആരുമില്ല, ആ മകൾ മരിച്ചുപോയി എന്നാണ് അവരെല്ലാം പറഞ്ഞത്. ഏകദേശം 25 വർഷത്തിന് ശേഷം അവരുടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സെർവൻ്റ് മരണപ്പെടുകയും അതേ തുടർന്ന് 2 പുതിയ സെർവന്മാരെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ആ പുതിയ 2 സെർവന്റുമാർ ആ റൂമിലേക്ക് പോകരുത് പറഞ്ഞതിന് കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടി മേലെ പോയി ആ റൂം നോക്കുകയും ചെയ്തു. എന്നാൽ ആ റൂമിൽ പോയി നോക്കിയപ്പോൾ അവിടെ കണ്ടത് ഏകദേശം 40 വയസ്സോളം പ്രായമുള്ള ഒരു സ്ത്രീ തൻ്റെ തലമുടി കൊണ്ട് തൻ്റെ ശരീരം മൊത്തം മറച്ച് ഏകദേശം ശരീരത്തിൽ ഒരു മസിൽ പോലും കാണാത്ത ഏകദേശം സ്കള്ള് മാത്രം, അതായത് ആ സ്ത്രീയുടെ അസ്ഥികൂടം മാത്രമുള്ള രൂപമായി മാറിക്കഴിഞ്ഞ ഒരു സ്ത്രീ ആ റൂമിൽ കിടക്കുന്നതാണ് അവരെല്ലാവരും കണ്ടത്. എന്നാൽ ആ വീട്ടിൽ നിന്ന് അവർ അപ്പോൾ തന്നെ ഇറങ്ങി ഓടുകയും അവിടെയുള്ള പോലീസിന് അവർ ഒരു ലെറ്റർ എഴുതുകയും ചെയ്തു. ഇങ്ങനെ ഇവരുടെ വീട്ടിൻ്റെ മേലെ ഇങ്ങനെ ഒരു സ്ത്രീയെ ഇവർ പൂട്ടിയിട്ടുണ്ട് എന്ന് പറയുകയും പൂട്ടി വെച്ചിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഇവരുടെ ഫാമിലി റെപ്യൂട്ടേഷനെ മാനിച്ച് അല്ലെങ്കിൽ ആ ഒരു നാട്ടിൽ ഇവരുടെ ഫാമിലി മേലെ
ഇങ്ങനെയുള്ള സംശയങ്ങൾ ആർക്കും വരാത്ത കാരണം കൊണ്ട് തന്നെ ലെറ്ററിനെ അവർ വലിയ കാര്യമാക്കാതിരിക്കുകയും ചെയ്തു. എന്നാൽ ഇവർ ലെറ്റർ അയച്ചിട്ടും കുറച്ച് നാളുകളായി ഒരു റെസ്പോണ്ട് വരാത്ത കാരണം കൊണ്ട് തന്നെ ആ ഫ്രാൻസിലുണ്ടായിരുന്ന ഒരു ജഡ്ജിക്ക് ഇവർ ഈ ലെറ്റർ വീണ്ടും എഴുതി അയക്കുകയും ചെയ്തു. ഇങ്ങനെ 25 വർഷമായി ഈ റൂമിൽ ഒരു വ്യക്തിയെ പൂട്ടിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു ലെറ്റർ അയക്കുകയും ചെയ്തു. പക്ഷെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ലെറ്റർ വരുന്നത് കൊണ്ട് തന്നെ ആ ജഡ്ജിക്ക് സംശയമാവുകയും പോലീസിനകത്ത് പറഞ്ഞ് പോലീസ് ഇവരുടെ വീട്ടിൽ പരിശോധിക്കാൻ വേണ്ടി ഇവരുടെ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 70 വയസ്സായിട്ടുള്ള ആ വീട്ടിലുള്ള ഗ്രഹനാഥ വന്ന് ഞങ്ങളെക്കുറിച്ച് അറിയാലോ, എന്തിനാ അവിടെ വരുന്നതെന്ന് പറഞ്ഞ് വാതിലടച്ച് ഉള്ളിലേക്ക് പോവുകയും ചെയ്തു. ഇതേ തുടർന്ന് ഇവരുടെ സംസാരവും ഇവരുടെ പെരുമാറ്റവും കണ്ട് പറയുന്ന പോലീസ് ആ വീട് എങ്ങനെയെങ്കിലും തുറന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞ് കുറച്ച് പോലീസുകാരെയും കൂട്ടി വീണ്ടും ആ വീട്ടിലേക്ക് പോവുകയും ആ ഡോർ അവർ കുത്തിപ്പൊളിച്ച് വീട്ടിലെ ഉള്ളിൽ പോയി പരിശോധിക്കുകയും ചെയ്തു. എന്നാൽ ഈ കാലയളവ് കൊണ്ട് തന്നെ അവളുടെ സഹോദരൻ പഠിച്ച് ലോയർ ആവുകയും കല്യാണം കഴിക്കുകയും 2 കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ ആ നാട്ടിൽ അവരുടെ വീട്ടിൽ ഉള്ളിൽ കയറാൻ പോലും എല്ലാവരും ഭയപ്പെടുന്ന ഒരു സമയമായിരുന്നു അത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസ് ഇവരുടെ വീട് പരിശോധിക്കാൻ വേണ്ടി ആ ഡോർ പൊളിച്ച് ഉള്ളിലേക്ക് പോവുകയും ആദ്യത്തെ 2 നിലകൾ നന്നായി പരിശോധിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ ഒന്നും അവർക്ക് സംശയിക്കാവുന്ന രീതിയിൽ പോലും ഒന്നും തന്നെ കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുകളിലത്തെ നിലയും കൂടി പരിശോധിക്കാമെന്ന് പറഞ്ഞ് അവർക്ക് ആ 3ാമത്തെ നിലയും പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു റൂമിൽ നിന്ന് വൃത്തികെട്ട ഒരു മണം വരുന്നത് അവരിൽപ്പെട്ടത്. അതേ തുടർന്ന് ആ റൂം പരിശോധിക്കാൻ വേണ്ടി ആ റൂം തുറന്നപ്പോൾ തന്നെ അവിടെയുള്ള എല്ലാവരും ആ റൂമിൽ നിന്ന് പുറത്തു വരുന്ന മണത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെ ഇവരെല്ലാം ആ റൂമിൽ കയറാൻ ഫസ്റ്റ് ഭയന്നു. പിന്നെയും ആ റൂം എങ്ങനെയെങ്കിലും ഓപ്പൺ ആക്കാൻ വേണ്ടി ഉള്ളിൽ പോയി നോക്കിയപ്പോൾ ഉള്ളിൽ ഏകദേശം 40 വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ, അസ്ഥികൂടത്തിൻ്റെ രൂപത്തിലായ ഒരു സ്ത്രീ അവിടെ കിടക്കുന്നതും അതേ തുടർന്ന് അവൾക്ക് എണിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലാവുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതേ ശേഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാ പോലീസുകാരും കൂടി ചേർത്തി അവളെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാക്കുകയും ചെയ്തു. ശേഷം ആ വീട്ടിലുണ്ടായിരുന്ന ഇവർ ആ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന് 5ാമത്തെ ദിവസം ആ വീട്ടിലെ 70 വയസ്സായ ഗ്രഹനാഥ ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുകയും ഇവരുടെ സഹോദരൻ്റെ മേലെ എല്ലാ സംശയങ്ങളാവുകയും ചെയ്തു. എന്നാൽ താനൊരു തെറ്റും ചെയ്തിട്ടില്ല, തൻ്റെ അമ്മൻ്റെ മേലെയാണ് തെറ്റെന്ന് പറഞ്ഞ് എല്ലാം ആ കേസിൽ നിന്ന് ഊരി വരാൻ നോക്കുകയും നാട്ടിലുള്ള എല്ലാ ജനങ്ങളും വ്യക്തിക്ക് എതിരാവുകയും ഇവർ പല കേസുകൾ കൊടുക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയും വേറെ വഴിയില്ലാതെ 12 മാസത്തേക്ക് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം ഒരു ലോയർ ആയതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്ന് ഇറങ്ങി വരാനുള്ള എല്ലാ വഴികളും നോക്കുകയും പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം 12 മാസത്തിന് ശേഷം 12 മാസം ആവുമ്പോഴേക്കും അദ്ദേഹം ആ ജയിലിൽ നിന്ന് മോചിതനാവുകയും അദ്ദേഹം പുറത്തു വരികയും ചെയ്തു. തൻ്റെ കയ്യിലുള്ള ഇത്രയും വലിയ സ്വത്ത് തൻ്റെ സഹോദരിക്കും ഭാഗം വെച്ച് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വ്യക്തി ഇങ്ങനെയെല്ലാം ചെയ്തതെന്നാണ് ചില മീഡിയസ് എല്ലാം വെളിയിൽ പറയുന്നത്. എന്നാൽ ഇതിലുള്ള ഏറ്റവും വലിയ സത്യം എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് ആ ഒരു സ്ത്രീയെ 25 വർഷം ആ റൂമിലേക്ക് ഇട്ട് പൂട്ടി വെച്ചതെന്ന് പോലും ആർക്കും തന്നെ ഇന്നും അറിയില്ല. ഇതറിഞ്ഞ ഒരു വ്യക്തി എന്തിനാണ് ആ റൂമിലിട്ട് പൂട്ടി വെച്ചതെന്നുള്ള സത്യം അറിയുന്ന ഒരു വ്യക്തി വെള്ളിച്ച മോണിയറിൻ്റെ അമ്മ തന്നെയാണ്. അതായത് ആ 70 വയസ്സായിട്ടുള്ള ആ സ്ത്രീ ആയിരുന്നു ഈ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഒരേ ഒരു സ്ത്രീ. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതോടൊപ്പം അവളുടെ സഹോദരൻ ഇപ്പോഴും നല്ല രീതിയിൽ ജീവിക്കുന്നുമുണ്ട്. അവൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ മരണപ്പെടുകയും ചെയ്യും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അടുത്തിടാൻ പോകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും.